ഭിന്നശേഷി രംഗത്ത് മാതൃകാപരമായ പ്രവർത്തനം നടത്തിയ കേരളത്തെ 2019 മികച്ച ഭിന്നശേഷി ശാക്തീകരണ സംസ്ഥാനത്തിനുള്ള ദേശീയ പുരസ്കാരത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടതായി മന്ത്രി കെ ശൈലജ ടീച്ചർ അറിയിച്ചു. ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണത്തിനും ശാക്തീകരണത്തിനും മുഖ്യധാരവൽക്കരണത്തിനുമായി സംസ്ഥാനം നടത്തിയ മാതൃകാ പ്രവർത്തനങ്ങളാണ് അവാർഡിനായി പരിഗണിച്ചത്. ഡിസംബർ 3 ലോക ഭിന്നശേഷി ദിനത്തിൽ ഡൽഹി വിജ്ഞാൻ ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതിയാണ് അവാർഡ് സമ്മാനിക്കുക. ഈ സർക്കാർ അധികാരമേറ്റതിനു ശേഷം ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനായി നടപ്പിലാക്കി വരുന്ന നൂതന പദ്ധതികൾക്കുള്ള അംഗീകാരമാണ് ഈ പുരസ്കാരമെന്ന് മന്ത്രി കെ ശൈലജ ടീച്ചർ വ്യക്തമാക്കി. കേരളത്തിൽ നിന്നും വിവിധ കാറ്റഗറികളിലായി വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ഇതിനു മുമ്പ് അവാർഡുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും മികച്ച സംസ്ഥാനത്തിനുള്ള അവാർഡ് ആദ്യമായാണ് ലഭിക്കുന്നത്. വകുപ്പിന്റെ മൊത്തം പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ് ഈ അവാർഡെന്നും മന്ത്രി വ്യക്തമാക്കി. ജീവിത ചക്ര സമീപനത്തിലൂടെ അംഗപരിമിതിക്ക് അതീതമായി ഭിന്നശേഷിക്കാരെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതിനാണ് സംസ്ഥാനത്തിന് ദേശീയതലത്തിൽ 1ാം സ്ഥാനം ലഭിച്ചിട്ടുള്ളത്. സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ വിവിധ ഏജൻസികളായ ഭിന്നശേഷിക്കാരുടെ സംസ്ഥാന കമ്മീഷണറേറ്റ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ്, കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ, വികലാംഗക്ഷേമ കോർപ്പറേഷൻ, നിപ്മീർ തുടങ്ങിയ അനുബന്ധ സ്ഥാപനങ്ങളിലൂടെ ഭിന്നശേഷിക്കാരുടെ വികസന പരിപാടികൾ ഏകോപിപ്പിച്ച് നടപ്പാക്കുന്നതിന് വകുപ്പിന് സാധിച്ചിട്ടുമുണ്ട്. നാഷണൽ ട്രസ്റ്റിന് കീഴിൽ ഏറ്റവും കൂടുതൽ ലീഗൽ ഗാർഡിയൻഷിപ്പ് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ളതിനും നിരാമമായ ഇൻഷുറൻസ് പദ്ധതിയിൽ ദേശീയതലത്തിൽ മികച്ച എൻറോൾമെന്റ് ശതമാനം കൈവരിക്കാനായതിനും ഇതിനോടകം സംസ്ഥാന സർക്കാരിന് ആദരവും അംഗീകാരവും ലഭിച്ചിട്ടുമുണ്ട്. ഭിന്നശേഷിത്വം തടയുന്നതിനുള്ള പ്രാരംഭ ഇടപെടൽ പ്രവർത്തനങ്ങൾ നടത്തുന്ന ജില്ലാ ഏർലി ഇൻവെൻഷൻ സെന്റർ, റീജിയണൽ ഏർലി ഇൻവെൻഷൻ സെന്ററുകൾ, നിഷ്, നിപ്പർ മുഖേന നടത്തുന്ന പ്രാരംഭ ഇടപെടൽ എന്നിവ പുരസ്കാരം നൽകുന്നതിന് കാരണമായി. വിദ്യാഭ്യാസ വകുപ്പ് മുഖേന നടത്തുന്ന സങ്കലിത വിദ്യാഭ്യാസ പരിപാടികളുടെ ഏകോപനം, ഭിന്നശേഷിക്കാരായ എല്ലാ കുട്ടികളുടെയും വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിനുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ്, സാമൂഹ്യനീതി വകുപ്പ് എന്നിവ മുഖേനയുള്ള സ്കോളർഷിപ്പ് പദ്ധതികൾ, ഭിന്നശേഷിക്കാരുടെ നൈപുണ്യ വികസനത്തിനുള്ള വിവിധ പദ്ധതികൾ, തടസ്സരഹിത പൊതു സംവിധാനങ്ങൾ ഉറപ്പുവരുത്താനുള്ള ബാരിയർ ഫ്രീ കേരള പദ്ധതി, സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ ഭിന്നശേഷിക്കാർക്ക് അനുയോജ്യമായ തസ്തികകൾ കണ്ടെത്തി RPWD ആക്ട് 2016 പ്രകാരം തൊഴിൽ സംവരണം ഉറപ്പുവരുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയവയും പരിഗണിച്ചിരുന്നു. ഭിന്നശേഷിക്കാരുടെ സമഗ്ര വികസനത്തിനുള്ള അനുയാത്രാ പദ്ധതി, സാമൂഹ്യ പുനരധിവാസം ഉറപ്പുവരുത്തുന്നതിനുള്ള നൂതന പരിപാടികൾ, അടിയന്തര ഘട്ടങ്ങൾ നേരിടുന്നതിനുള്ള പരിരക്ഷാ പദ്ധതി, സാങ്കേതിക വിദ്യയുടെ സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്തിയുള്ള അസിസ്റ്റീവ് ടെക്നോളജി തുടങ്ങിയവ എല്ലാ പദ്ധതി പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് സംസ്ഥാനത്തിന് ഈ ബഹുമതി ലഭിച്ചിട്ടുള്ളത്. 2016 RPWD ആക്ടിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിവിധ സർക്കാർ വകുപ്പുകളുടെ ഏകോപനത്തോടെ നടപ്പിലാക്കുന്നതിനും ആയതിന്റെ ഭാഗമായി എല്ലാ തലങ്ങളിലും ആക്ടിന്റെ വ്യവസ്ഥകൾ സംബന്ധിച്ച് ബോധവൽക്കരിക്കുന്നതിനും സാമൂഹ്യനീതി വകുപ്പിന് സാധിച്ചിട്ടുണ്ട്. കൂടാതെ ഭിന്നശേഷി മേഖലയിലെ സേവനം സമ്പൂർണ്ണതയിലെത്തിക്കുന്നതിനുള്ള മനുഷ്യ വിഭവശേഷി രൂപീകരിക്കുന്നതിനും നിഷ് മുഖേന നടത്തുന്ന വിവിധ കോഴ്സുകൾ മുഖേന സാധ്യമായതും പരിഗണിച്ചാണ് ഈ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. വെബ് ഡെസ്ക് കേരള ന്യൂസ്.